നയതന്ത്ര വിദഗ്ധൻ കെ.പി. ഫാബിയൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഫാബിയൻ, നമുക്കറിയാം ഒരാഴ്ച പിന്നിടുകയാണ് ഈ ഒരു ഇസ്രായേൽ-ഇറാൻ യുദ്ധം ആരംഭിച്ചിട്ട്. എന്നാൽ ഇതുവരെയും ഇതിലൊരു നീക്കുപോക്കുണ്ടാകാതെ ഇങ്ങനെ ഈ യുദ്ധം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനൊരു സമാധാനപരമായ ഒരു ചർച്ച നടത്താനുള്ള നീക്കം അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാകാം അത്? ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ കാര്യത്തിൽ പറയുന്നത്. ഹലോ, അതെ അതെ പറഞ്ഞോളൂ. നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പ്രസിഡന്റ് ട്രംപ് ഇറാനോട് പറയുന്നു യുദ്ധം നിർത്തുക, നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വരിക. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറാനല്ല യുദ്ധം തുടങ്ങിയത്, ഇസ്രയേലാണ് യുദ്ധം തുടങ്ങിയത്. അത് ട്രംപിന്റെ ഗ്രീൻ സിഗ്നൽ കിട്ടിയതിന് ശേഷം തുടങ്ങിയതാണ്. തന്നെയുമല്ല, ഇന്നത്തെ പേപ്പേഴ്സിൽ കണ്ടു അമേരിക്ക എൻഡേഴ്സ് ദ വാർ അഗൻസ്റ്റ് ഇറാൻ. അത് ഇന്ന് സംഭവിച്ചതല്ല, ഇന്നലെ സംഭവിച്ചതല്ല. ഇസ്രയേല് അമേരിക്കൻ ആയുധങ്ങളും അമേരിക്കൻ ഫൈറ്റർ എയർക്രാഫ്റ്റും ഉപയോഗിച്ച് അമേരിക്കയുടെ മിഡ് എയർ റീഫ്യൂലിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ച് ആണ് ഈ ഫൈറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അമേരിക്ക ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. വേറെന്നുള്ളത്, ട്രംപ് പറഞ്ഞു 60 ദിവസം ഇറാന് കൊടുത്തു ഒരു നെഗോഷിയേഷന് വേണ്ടിയിട്ട്. അതും ശരിയല്ല. അതൊരു എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള നെഗോഷിയേഷൻസ് തന്നെയുമല്ല. എന്റെ അഭിപ്രായത്തിൽ ട്രംപ് നെതന്യാഹുവിന് 60 ദിവസം യുദ്ധത്തിന് പ്രിപ്പറേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അല്ലെങ്കിൽ 15-ാം തീയതി അവര് ഒരു മീറ്റിംഗ് ഒമാനിൽ കൂടുമ്പോൾ 13-ാം തീയതി എന്തുകൊണ്ട് ട്രംപ് നെതന്യാഹുവിനെ ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ള അനുമതി കൊടുത്തു? അതുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് ചെയ്യുന്നതാണ്. രണ്ടുപേർക്കും ഇത് തീർക്കാനായിട്ടുള്ള മനസ്ഥിതിയില്ല. അവര് വിചാരിക്കുന്നത് ഇറാൻ മുഴുവനായിട്ട് സറണ്ടർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറാൻ ചോദിക്കണം സീസ് ഫയർ. അത് ഇറാൻ ചോദിക്കാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ നോക്കാനുള്ളത് റഷ്യയും ചൈനയും എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഇന്ന് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ റഷ്യയിലേക്ക് പോയിരുന്നു. അതിന്റെ വിവരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അടുത്ത് തന്നെ കുറച്ച് ദിവസങ്ങൾക്കകം റഷ്യ പ്രസിഡന്റ് ട്രംപിനെ സമീപിച്ച് ഇതിനൊരു ഒരു എൻഡ് ഉണ്ടാക്കും. അല്ലാതെ നെതന്യാഹുവിനെ ഇറാനിൽ വേറൊരു ഗാസ ഉണ്ടാക്കാനായിട്ട് അവർ സമ്മതിക്കില്ല. ഈ ഒരു യുദ്ധം ഇങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ അത് ഈ ലോകരാജ്യങ്ങളുടെ ആകെ ഈ സമ്പദ് വ്യവസ്ഥകളെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവില്ലേ? തീർച്ചയായിട്ടും. സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് അവര് പാസേജസിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോവാണെങ്കിൽ ഇന്ത്യയും അതുപോലെ മറ്റ് ഓയിൽ ഇമ്പോർട്ടിംഗ് കൺട്രീസും വളരെ കാര്യമായിട്ട് സഫർ ചെയ്യും. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ കെ.പി. ഫാബിയൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.